നമസ്കാരം. തിരിച്ചടികളോട് തിരിച്ചടികളാണ് ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ CPM-ന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അക്കൗണ്ട് മരവിപ്പിച്ചതും റെയ്ഡും തിരഞ്ഞെടുപ്പ് സമയത്ത് CPM-ന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പൊതുയോഗത്തിൽ പറഞ്ഞു നിൽക്കാൻ ക്യാപ്സ്യൂളുകൾ കിട്ടുമെങ്കിലും വീട് കയറി വോട്ട് ചോദിക്കുന്നവരുടെ നില പരിതാപകരം തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് പെൻഷനും ഒന്നും നൽകാൻ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പണമില്ലെങ്കിലും നേതാക്കന്മാരുടെ കീശ നിറയുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പാർട്ടി അക്കൗണ്ടിൽ കോടികൾ വരികയും പോകുകയും ചെയ്യുന്നുവെന്നത് പാർട്ടി ഭാരവാഹികൾക്ക് പുതുമയുള്ള കാര്യമല്ല. 13 കോടി രൂപ വാർഷിക ലെവിയായി മാത്രം പാർട്ടിയുടെ വിവിധ തട്ടുകളിൽ നിന്ന് അക്കൗണ്ടിലെത്തുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ പണമുള്ള സമ്പന്ന പാർട്ടിയാണ് CPM എന്നത് പുതിയ വിവരം തന്നെയാണ്. കരിവന്നൂരിലെ പാവപ്പെട്ട നിക്ഷേപകർക്ക് പലിശ പോലും കൊടുക്കാനായിട്ടില്ല. സർവീസിൽ നിന്ന് വിരമിച്ചു കിട്ടിയതെല്ലാം കരിവന്നൂരിൽ നിക്ഷേപിച്ച എത്രയോ പേരുണ്ട്. അവരെല്ലാം NGO യൂണിയൻ അംഗങ്ങളോ അനുഭാവികളോ ആയിരുന്നു. പാർട്ടി ഭരിക്കുന്ന ബാങ്ക് എന്ന നിലയിലാണ് പലരും ഇവിടേക്ക് നിക്ഷേപിച്ചത്. അതിനാൽ തന്നെ ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും CPM അതിനുവേണ്ടി ചെറുവിരൽ പോലും അനക്കാത്തത് ജനങ്ങളെ തെല്ലൊന്നുമല്ല ഇപ്പോൾ ചൊടിപ്പിക്കുന്നത്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ മണ്ഡലത്തിലാണ് കരിവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പണം നഷ്ടപ്പെട്ട ഒരാളെ പോലും മന്ത്രി ബിന്ദു കാണുകയോ സമാധാനിപ്പിക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. അതെങ്ങനെ? മന്ത്രിക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് സമയം വേണ്ടേയെന്നാണ് ജനങ്ങൾ തന്നെ ഉയർത്തുന്ന പരിഹാസം. അതിനാൽ തന്നെ കരിവന്നൂരിൽ വോട്ട് ചോദിച്ചെത്തുന്ന പല വീടുകളിൽ നിന്നും ചോദിക്കുന്നത് മന്ത്രി എവിടെയെന്ന് തന്നെയാണ്. വോട്ട് നേടി ജയിച്ചാൽ മാത്രം പോരല്ലോ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അവർ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. ജനങ്ങളുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പുറമെയാണ് ഇപ്പോഴത്തെ റെയ്ഡും അക്കൗണ്ട് മരവിപ്പിക്കലും CPM-ന് കനത്ത തിരിച്ചടിയായി തീർന്നിരിക്കുന്നത്. അക്കൗണ്ടിലെ പണം പെട്ടെന്ന് പിൻവലിച്ചത് പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതല്ല. 2 ദിവസം മുൻപ് ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വലിയ തുക പിൻവലിക്കുന്നതായി പറഞ്ഞിട്ടില്ല. ആരുടെയും അനുവാദം വേണ്ടെങ്കിലും ആരാണ് ഈ സമയത്ത് നിയമോപദേശം നൽകിയെന്നത് രഹസ്യമാണ്. അതേസമയം കോടികൾ കൈവശമുണ്ടായിട്ടും പ്രാദേശിക ഘടകങ്ങൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നത് തുടരുകയാണ്. ഇത്തവണത്തെ പ്രത്യേകത പ്രാദേശിക ഘടകങ്ങൾ പിരിക്കുന്ന തുക ജില്ലാ കമ്മിറ്റിക്ക് നൽകേണ്ട എന്നതാണ്. പണം അവർക്ക് തന്നെ തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കാം. രസീത് ജില്ലാ കമ്മിറ്റി നൽകുമെന്ന് മാത്രം. കണക്കും നൽകുകയും വേണം. കോടികൾ അക്കൗണ്ടിലായിട്ടും ഇങ്ങനെ പിരിക്കുന്നത് എന്തിനെന്ന ചോദ്യവും സാധാരണ വീടുകളിലെത്തുമ്പോൾ ഉയരുന്നുണ്ട്. കാരണം ഇവർ ഈ പിരിക്കുന്ന തുക എന്തിനാണ് ചിലവഴിക്കുന്നതെന്നാണ് ജനങ്ങളുടെ ചോദ്യം. കാരണം തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൻ്റെ കയ്യിൽ നിന്ന് പോലും പണമിറക്കിയാണ് ജനങ്ങളെ സഹായിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുമുണ്ട്. അതിനാൽ തന്നെ CPM-ന് വരുന്ന കാശൊക്കെ എവിടെയാണ് പോകുന്നത്? അതിനെ പ്രതിരോധിക്കാൻ CPM എന്ത് ക്യാപ്സ്യൂൾ ഇറക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.